തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശം ബീച്ചിൽ നിന്ന് തുറക്കും. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെയും ബീച്ചിലെ ജലകായിക പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കല പാപനാശത്തേത്. സുലേഖ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അപ്പോൾ ഇന്നു മുതൽ തിരുവനന്തപുരത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു അടയാളം കൂടി വരികയാണ്. വർക്കല പാപനാശം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നതാണ് ആ പുതിയ അടയാളം. ഇന്ന് നമുക്കൊപ്പമുള്ളത് വർക്കല MLA-യും CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയുമായ വി ജോയി MLA ആണ്. സഖാവേ, അപ്പോൾ എങ്ങനെയാണ് ഈ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണുന്നത്? വർക്കലയെ സംബന്ധിച്ച് ലോക ടൂറിസം ഭൂപടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബീച്ചാണ് വർക്കല ബീച്ച്. ധാരാളം വിദേശ സഞ്ചാരികൾ ഇവിടെ വന്ന് ദിവസങ്ങളോളം താമസിച്ച് അവരുടെ ടൂറിസം മേഖല സന്ദർശനവും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം. ഇവിടെ ടൂറിസം രംഗത്ത് ആളുകളെ ആകർഷിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവർക്കുമെല്ലാം ഇതൊരു പ്രത്യേക അനുഭവമാണ്. കാരണം കടലിൻ്റെ അകത്തേക്ക് ഏതാണ്ട് ഒരു 100-150 മീറ്റർ നീളത്തിൽ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ജെറ്റ് സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സംവിധാനമുണ്ട്. ജെറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംവിധാനമുണ്ട്. ഈ മണലിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്ന ബൈക്ക് ATV സംവിധാനമുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി വാട്ടർ സ്പോർട്സുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ടൂറിസം മേഖലയിൽ ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. നിശ്ചയമായും അത് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഇപ്പോൾ ക്രിസ്മസ് ആണ്, നമുക്ക് വർക്കലയ്ക്കൊരു ന്യൂ ഇയർ സമ്മാനമായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി നമുക്കിത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ശിവഗിരി തീർത്ഥാടനം നടക്കുകയാണ്. ഇന്നലെ തന്നെ ഏതാണ്ടൊരു 10,000 ആണ് ഇവിടെ തടിച്ചുകൂടിയത്. ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്കെല്ലാം ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗവൺമെൻറ്റിനെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കുകയാണ്. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായ ഇപ്പോൾ ബേപ്പൂരിലായാലും തൃശ്ശൂരായാലും ഭയങ്കര ഒരു ആരാധകരാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനൊക്കെ തന്നെ. അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, ഇത് ഒരു സർവ്വകാല റെക്കോർഡായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ അത്രയും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം തന്നെ ആളുകളിങ്ങനെ വിളിച്ച് ചോദിച്ചു, എന്ന് തുടങ്ങും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ആളുകളുടെ ഒരു ആകാംക്ഷയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രയോക്താക്കളായിട്ട് മാറുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല. അപ്പോൾ അതാണ് ഈ വർക്കലയ്ക്ക് പുതിയൊരു അടയാളം കൂടി വരികയാണ്. വർക്കല അല്ലെങ്കിൽ തന്നെ വിനോദസഞ്ചാരികളുടെ ഭൂപടത്തിൽ നേരത്തെ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ് വർക്കല എന്ന് പറയുന്നത്. അവിടെ ഇതാ പുതിയൊരു അടയാളം കൂടി വരികയാണ്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതിനൊപ്പം തന്നെ വാട്ടർ സ്പോർട്സിൻ്റെ ഉദ്ഘാടനവും ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നുണ്ട്. വലിയ ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്.